പൊതു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കർണാടക രാഷ്ട്രീയം പുകയുകയാണ്. ആ പുകച്ചിൽ ഒരേ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുമാണ്. DK ശിവകുമാർ എന്ന കോൺഗ്രസിന്റെ അതിശക്തനായ ചാണക്യൻ. ചോദ്യം ഇവയാണ്: DK ശിവകുമാറിനെ മാത്രം ചുറ്റിപ്പറ്റിയാണോ അധികാരം നിലനിൽക്കുന്നത്? മറ്റൊന്ന്, DK ശിവകുമാറിന്റെ ഈ ശക്തിയെ അഥവാ സ്വാധീനത്തെ എങ്ങനെ തകർക്കാമെന്ന്. എതിർപക്ഷത്ത് വരുന്നത് സിദ്ധരാമയ്യയുടെ മന്ത്രിമാരുടെ ലോബിയുമാണ്. വലിയ തോതിലുള്ള ചർച്ചകൾ തന്നെ തുടങ്ങിയിട്ട് കാലങ്ങളായി. പക്ഷേ ആ ചർച്ചകളെല്ലാം ഇപ്പോൾ പരസ്യമായിരിക്കുകയാണ്. മന്ത്രിമാരെല്ലാവരും കൂടുന്ന ഒരു ഡിന്നർ യോഗമുണ്ട്. ആ യോഗത്തിലാണ് ഇപ്പോൾ പുതിയ പുകച്ചിലുകളെല്ലാം തന്നെ രൂപപ്പെടുന്നത്. 2024 ഒക്ടോബറിലായിരുന്നു ഇതിനു മുൻപത്തെ ഡിന്നർ യോഗം. അതിനുശേഷം 2 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജനുവരി 4-ാം തീയതി, അതായത് 2024 ജനുവരി 4-ാം തീയതി അടുത്ത ഡിന്നർ യോഗം ചേർന്നിരിക്കുന്നത്. ആ യോഗത്തിൽ സിദ്ധരാമയ്യ കൂടി പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ ആ യോഗത്തിന് DK ശിവകുമാർ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായും അവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. എങ്ങനെ ആ തെരഞ്ഞെടുപ്പിനെ വിജയിക്കാം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളായിരിക്കും. എങ്ങനെ വോട്ടുകൾ ശേഖരിക്കാം എന്നുള്ള ചർച്ചകൾ തന്നെയായിരിക്കും പുരോഗമിക്കേണ്ടത്. പക്ഷേ കർണാടകയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, കർണാടകയിൽ ഈ യോഗങ്ങളിലെല്ലാം തന്നെ നടക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് അത് യാതൊരു കാരണവശാലും പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ളത് ആയിരുന്നില്ല. എങ്ങനെ DK ശിവകുമാറിന്റെ അധികാര ശക്തി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രധാന ചർച്ച എന്ന് പറയുന്നത്. കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം ശ്രദ്ധ ചെലുത്തിയ ഒരു കാര്യം തന്നെയാണ്. കാരണം അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റം സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം വ്യക്തമായി പറയുകയാണെങ്കിൽ കർണാടകയുടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻപിച്ച ഭൂരിപക്ഷത്തോടെ തന്നെ അധികാരത്തിലേക്ക് വരുമ്പോൾ അവർ ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് കോൺഗ്രസ് ഒരുപക്ഷെ കർണാടകയെ തന്നെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കർണാടകയിലെ ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടതെല്ലാം തന്നെ വാർത്തയുമായിരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുൻപേ തന്നെ അധികാരം എന്ന് പറയുന്ന ഒരു വലിയൊരു ചോദ്യചിഹ്നം കർണാടകയെ മുന്നിൽ അപ്പോഴും ഉണ്ടായിരുന്നു. DK ശിവകുമാർ എന്ന അതിശക്തനായ നേതാവും സിദ്ധരാമയ്യ എന്ന ജനപ്രിയനായ നേതാവും, ഈ രണ്ടുപേരിൽ ആരായിരിക്കും കർണാടകയെ നയിക്കാൻ പോകുക എന്നുള്ളൊരു ചോദ്യം അന്നും കർണാടകയ്ക്ക് മുന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും കർണാടക വിജയിച്ചു വന്ന സാഹചര്യത്തിൽ ആ ചോദ്യം വീണ്ടും മുറുകി. വലിയൊരു തർക്കത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇടപെട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി വളരെ ഡിപ്ലോമാറ്റിക്കായ നയതന്ത്രപരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനമായിരുന്നു 2.5 വർഷത്തേക്ക് സിദ്ധരാമയ്യ കർണാടകയെ നയിക്കട്ടെ, ആ സമയത്ത് DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായി തുടരട്ടെ എന്നുള്ളത്. അതിനുശേഷം DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുമ്പോൾ സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാറപ്പെടും എന്നുള്ളതായിരുന്നു ആ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള, ആ നയതന്ത്രപരമായിട്ടുള്ള തീരുമാനം. തീർത്തും 2 നേതാക്കളെയും അനുനയിപ്പിക്കാൻ സാധ്യതയുള്ള, കർണാടകയിലെ രാഷ്ട്രീയത്തെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാൻ സാധിക്കാത്ത തരത്തിലുള്ള നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു ആ ഹൈക്കമാൻഡ് ആ സമയത്ത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു ആ സമയത്തെല്ലാം തന്നെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. പക്ഷേ കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായി തുടരുമ്പോൾ, DK ശിവകുമാർ എന്നത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി മാത്രമല്ല, പാർട്ടി അധ്യക്ഷനും കൂടിയാണ്. അതായത് ഈ 2 ചുമതലകളിലൂടെയാണ് DK ശിവകുമാർ ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കർണാടകയുടെ ഭൂരിപക്ഷ രാഷ്ട്രീയ സ്വാധീനവും DK ശിവകുമാറിന്റെ കൈകളിൽ ആണ് എന്നുള്ള ഒരു ബോധ്യം സിദ്ധരാമയ്യയുടെ ഈ മന്ത്രിമാരുടെ ലോബിക്ക് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് അവരെ അലോസരപ്പെടുത്തുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഡിന്നർ യോഗങ്ങളെല്ലാം തന്നെ വിളിച്ചു ചേർക്കപ്പെടുന്നതും, ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളിലെല്ലാം തന്നെ DK ശിവകുമാർ പ്രധാന വിഷയമായി വരുന്നതും. ഇനി DK ശിവകുമാർ ഈ 2 അധികാരവും കൈയാളുന്ന സമയത്ത് DK ശിവകുമാറിന്റെ അധികാരം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് ഇവർക്ക് ഇടയിലെ പ്രധാന ചോദ്യം എന്ന് പറയുന്നത്. അതിനായി അവർ കണ്ടെത്തിയിട്ടുള്ള വഴി എന്ന് പറയുന്നത് DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയെ തുടരെ തന്നെ മറ്റു ഉപമുഖ്യമന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ DK ശിവകുമാറിന്റെ അധികാര പരിധി അല്ലെങ്കിൽ അധികാര സ്വഭാവം അല്പം കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മന്ത്രിമാരുടെ വിലയിരുത്തൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ DK ശിവകുമാറിനോട് നമ്മൾ പ്രതികരണം അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അതിനെ പറ്റിയൊന്നും അറിയില്ല, അതെല്ലാം തന്നെ ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ്, താൻ ഇതിൽ അഭിപ്രായം പറയാൻ ആളില്ല എന്നുള്ള നിലപാടിലാണ് DK ശിവകുമാർ നിൽക്കുന്നത്. മാത്രമല്ല
ഇത്തരത്തിലുള്ള കലുഷിതമായ പ്രശ്നങ്ങളെല്ലാം തന്നെ കർണാടക രാഷ്ട്രീയത്തിൽ പുകയുമ്പോഴും യാതൊരു തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിനും ഡി കെ ശിവകുമാർ തയ്യാറായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഡി കെ ശിവകുമാർ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും തന്നെ അറിയുന്നില്ല എന്ന് പറയാനും സാധിക്കില്ല. കാരണം ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചാണക്യതന്ത്രനായ ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ കർണാടകയെ ഇത്രയും ഒരു വലിയ വിജയത്തിലേക്ക് നയിച്ചതിന് പിന്നിൽ സിദ്ധരാമയ്യേക്കാൾ കൂടുതൽ ഒരു സ്വാധീനം ചെലുത്തിയ ഒരു നേതാവ് തന്നെയാണ് ഡി കെ ശിവകുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ അദ്ദേഹം അറിയുന്നില്ല എന്ന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ഇതിനോടൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി മറ്റൊരു കാര്യം, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിനോടൊന്നും വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാതെ ഹൈക്കമാൻഡിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം കൂടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഡി കെ ശിവകുമാറിനെ പിണക്കിക്കൊണ്ട് ഒരു നീക്കത്തിലേക്ക് കർണാടകയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം റിസോർട്ട് രാഷ്ട്രീയമെല്ലാം തന്നെ വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ലോട്ടസ് പോലുള്ള സാഹചര്യത്തിലെല്ലാം തന്നെ ആ മന്ത്രിമാരെ കോൺഗ്രസിന്റെ കൂടെ തന്നെ നിർത്താൻ, BJP റാഞ്ചി കൊണ്ടുപോകാതിരിക്കാൻ എല്ലാം തന്നെ കർക്കശ ബുദ്ധിയോടെ കൃത്യമായ കരുനീക്കത്തോടെ BJPയോട് മല്ലടിച്ച നേതാവാണ് ഡി കെ ശിവകുമാർ എന്ന് പറയുന്നത്. ഡി കെ ശിവകുമാറിനെ പോലെ യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് ഒരു നേതാക്കൾക്കും ഒരു കോൺഗ്രസ് നേതാവിനും അത് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡി കെ ശിവകുമാറിനെ വ്യത്യസ്തനാക്കുന്നത്. അതായത് BJP ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്ന സാഹചര്യത്തിൽ BJP എന്താണോ പയറ്റുന്നത് അതിന് മറുപുറം അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്കാണ് ഡി കെ ശിവകുമാറിന്റെ കരുനീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെയായിരുന്നു ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. 2023 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 224 സീറ്റിൽ 136 സീറ്റുകൾ നേടിക്കൊണ്ടായിരുന്നു കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ തന്നെ ഈ 2.5 വർഷക്കാലത്തേക്ക് കഴിയുമ്പോൾ ഡി കെ ശിവകുമാർ അധികാരത്തിലേക്ക് വരാൻ, അതായത് 2025 തന്നെ ഡി കെ ശിവകുമാർ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് സിദ്ധരാമയ്യയുടെ മന്ത്രിമാരുടെ ലോബിയെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ നീക്കത്തിലേക്കെല്ലാം തന്നെ നയിക്കുന്നത്. ഡി കെ ശിവകുമാറിലേക്ക് അധികാരം വരാൻ പാടില്ല എന്നത് തന്നെയുള്ളതാണ് ആ ലോബിയുടെ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, നിലവിലെ സാഹചര്യത്തിൽ ഡി കെ എന്ന അധികായനെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കാൻ ഡി കെക്ക് ഒപ്പം തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ നേതാക്കളെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നത്. കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നാൽ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സ്വാഭാവികമായും ഡി കെയുടെ പവർ കുറയുമെന്നാണ് ഇവർ കരുതുന്നത്. ഡി കെ ശിവകുമാർ ആകട്ടെ കൂടുതൽ ഡെപ്യൂട്ടിമാർ വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. എന്തായാലും പൊതുമരാമത്ത് മന്ത്രി ജാർഗി ഹോളി ആതിഥേയത്വം വഹിച്ച ജനുവരി 4 ഡിന്നർ മീറ്റിംഗിൽ പല മുതിർന്ന നേതാക്കളും എത്തിയിരുന്നു. നേരത്തെ 2023 ഒക്ടോബറിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വലം കൈ എന്നറിയപ്പെടുന്ന ആഭ്യന്തരമന്ത്രിയായ ജി പരമേശ്വരയ്യരുടെ വീട്ടിലായിരുന്നു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. അന്നത്തെ യോഗത്തിലും സിദ്ധരാമയ്യ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്നാൽ സാമൂഹ്യക്ഷേമ മന്ത്രി HC മഹാദേവപ്പയും ഭക്ഷ്യമന്ത്രി KH മുനിയപ്പയും സഹകരണ മന്ത്രി KN രാജണ്ണയും സതീഷ് ജാർഗിഹോളിയും എല്ലാം തന്നെ ആ മീറ്റിംഗിലും പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ജാർഗിഹോളിയുടെ വീട്ടിൽ 2ാം മീറ്റിംഗ് ഒരുക്കിയിട്ടുള്ളത്. 2019 ശിവകുമാറിനെതിരായ അഴിമതി കേസിലെ പുതിയ സംഭവ വികാസങ്ങൾക്ക് ഇടയിലാണ് ഈ യോഗമെല്ലാം ചേരുന്നത് എന്നതും ശ്രദ്ധേയം തന്നെയാണ്. ഉപമുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള കേന്ദ്ര ഏജൻസിയുടെ അനുമതി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ പിൻവലിക്കാൻ തീരുമാനിച്ചതുമാണ്. എന്നാൽ ഈ സംസ്ഥാന സർക്കാർ തീരുമാനത്തിന് എതിരെ CBI അപ്പീൽ പോയ സാഹചര്യത്തിലാണ് ശിവകുമാറിനെ ഒതുക്കാൻ ഒരു വിഭാഗം നേതാക്കൾ യോഗം ചേർന്നത്. പ്രധാനമായും SC ST വിഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുത്തവരിൽ ഏറെ ഭാഗവും. രഹസ്യ സ്വഭാവമുള്ള യോഗത്തിന് ശേഷം മാധ്യമങ്ങളുടെ മുൻപിൽ പെട്ടുപോയ മന്ത്രിമാരിൽ ചിലർ പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കുന്നതിനെ കുറിച്ചുമെല്ലാമായിരുന്നു യോഗത്തിൽ ചർച്ച ചെയ്തത് എന്നാണ്. സഹകരണ മന്ത്രിയായ രാജണ്ണ പറഞ്ഞത് BJP ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമെല്ലാം കൂടുതൽ ഉപമുഖ്യമന്ത്രിമാരെ നിയമിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും അതുപോലെ വിവിധ സമുദായങ്ങളിൽ നിന്ന് കോൺഗ്രസും ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്നുമാണ്. എന്തു തന്നെയായാലും ദളിത് വിഷയങ്ങൾ തന്നെയാണ് തങ്ങൾ ചർച്ച ചെയ്തത് എന്ന് തന്നെയാണ് മന്ത്രിമാർ പറഞ്ഞത്. എന്നാൽ ഇതെല്ലാം പറയുമ്പോഴും പാർട്ടിക്കുള്ളിലെ അധികാര വടംവലി ഒരു വിഭാഗത്തിന്റെ രഹസ്യ യോഗങ്ങളിലൂടെ തന്നെ മറന്നേക്കി പുറത്തു വരികയാണ്. എന്തു തന്നെയായാലും കർണാടക രാഷ്ട്രീയം പുകയുമ്പോൾ സിദ്ധരാമയ്യയുടെ ലോബിയും മന്ത്രിമാരും എല്ലാം തന്നെ ഡി കെ ശിവകുമാറിന് എതിരെ വലിയൊരു ശക്തിയായി തന്നെ മുന്നേറാൻ നീങ്ങുകയാണ്. പക്ഷെ അതേസമയം തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും യാതൊരു തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളിലേക്കും തയ്യാറാകാതെ ഡി കെ ശിവകുമാർ ഒരു ചാണക്യതന്ത്രം തന്നെ മെനയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം
മാത്രം യാതൊരു കാരണവശാലും തോറ്റു കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ നീക്കങ്ങളെല്ലാം തന്നെ അത്രയും കാർക്കശ്യത്തോടുകൂടി തന്നെയായിരിക്കും. ആ നീക്കത്തിനെ എതിർക്കാൻ ഒരുപക്ഷെ ഹൈക്കമാൻഡിന് പോലും സാധിക്കില്ല. ഇനി മറ്റേതെങ്കിലും തരത്തിൽ ഇതെല്ലാം തന്നെ കർണാടക രാഷ്ട്രീയം പുകഞ്ഞ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ DK ശിവകുമാറിനെ അവഗണിച്ചുകൊണ്ട് കർണാടകയിൽ മറ്റൊരു സർക്കാരിനെ കെട്ടിപ്പൊക്കാനും സാധിക്കുകയില്ല. കോൺഗ്രസിന് പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അന്തരീക്ഷമാണ് കർണാടകയിലേതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇത്തരമുള്ള വിഷയങ്ങളെല്ലാം തന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടേണ്ട സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ 2024 തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കർണാടകയെ കൂടി വ്യക്തമായി തന്നെ കൃത്യമായ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ്.